പാൽവില വർധന ശുപാർശ സർക്കാരിന് മുന്നിലേക്ക്. പാൽവില ലിറ്ററിന് 4 രൂപ കൂട്ടാൻ സർക്കാരിനോട് കഴിഞ്ഞ മാസം 20-ാം തീയതി ശുപാർശ ചെയ്തിരുന്നതായി KS മണി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും മുൻപ് തീരുമാനം വേണമെന്നുള്ളതാണ് മിൽമയുടെ ആവശ്യം. പാൽവില വർധനവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണസമിതി ആലോചിച്ചുറച്ച് നമ്മൾ മിൽമയ്ക്ക് തന്നെ പാൽവില വർദ്ധിപ്പിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ടെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വീകരിച്ചൊരു നിലപാട് വർദ്ധിപ്പിക്കുന്ന വിലയുടെ അതിൻ്റെ അപ്പോർഷനിങ് കർഷകർക്ക് എത്ര കൊടുക്കും, അതിൻ്റെ സംഘത്തിന് എത്ര കൊടുക്കും, വിൽപ്പനക്കാർക്ക് എത്ര കൊടുക്കുമെന്നുള്ള അതിൻ്റെ ഒരു വിഭജനം കൃത്യമായി വന്ന് എത്ര രൂപ പാൽവില വർദ്ധിപ്പിക്കണം എന്ന ഒരു തീരുമാനം സർക്കാരിൻ്റെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി കൊടുക്കുകയാണ് പതിവുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ മാസം 20-ാം തീയതി ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രിക്ക് നമ്മളെ ഫെഡറേഷൻ ഭരണസമിതി എടുത്ത തീരുമാനം ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നാളിതുവരെ അതിൻ്റെ അഭിപ്രായം കിട്ടിയിട്ടില്ല. അഭിപ്രായം കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കും. നമുക്ക് അധികാരമുണ്ടെങ്കിലും സർക്കാരുമായിട്ട് ഒരു സംഘർഷത്തിനോ സർക്കാരിൻ്റെ അഭിപ്രായം വിലമതിക്കാതെയോ മുന്നോട്ട് പോകാൻ ഭരണസമിതി ആഗ്രഹിക്കുന്നില്ല. 6 രൂപയിൽ 2 രൂപ 40 പൈസ നേരിട്ട് കർഷകന് പ്രയോജനം കിട്ടുന്ന വിധത്തിൽ തീരുമാനം ഇതിനകം എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ കൊടുത്തത് ഇപ്പോൾ ഒരു 4 രൂപയെങ്കിലും വില വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ബോർഡിൽ ചർച്ച ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ കൊടുക്കുന്നതിന് 83.75% മൃഗീയ ഭാഗവും കർഷകന് കൊടുക്കാനും ബാക്കി നമ്മൾ സംഘങ്ങൾക്കൊരു ചെറിയ വിഹിതം കൂട്ടിയിട്ടും അതുപോലെ വിൽപ്പനക്കാർക്കും വിഹിതം കൂട്ടി മിൽമയ്ക്ക് ചെറിയ ഒരു ലാഭം കിട്ടുന്നത് കംപ്ലീറ്റ് ഒഴിവാക്കി അല്ലെങ്കിൽ കമ്മിയാക്കിയിട്ടാണ് നമ്മളത് കൊടുക്കാൻ തീരുമാനം. ഈ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ മറുപടി ലഭിക്കുന്നതിന് ഒന്നുകൂടെ ഇന്നത്തെ വാർഷിക പൊതുയോഗത്തിൻ്റെ അഭിപ്രായമായിട്ട് സർക്കാരിന് അറിയിക്കാനും തീരുമാനിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, MS മണി പറഞ്ഞതിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് സർക്കാർ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ലിറ്ററിന് 4 രൂപ കൂട്ടുകയൊക്കെ അങ്ങനെ ഒരു കടുകൈ സർക്കാർ ചെയ്യുമോ? അങ്ങനൊരു സാഹസത്തിന് സർക്കാർ മുതിരുമെന്ന് കരുതുക വയ്യ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ ശുപാർശ മിൽമ സർക്കാരിന് മുന്നിലേക്ക് വച്ചിരുന്നതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പരിഗണിക്കാം എന്നൊരു നിലപാടിലായിരുന്നു. പക്ഷേ അതിനുശേഷവും തീരുമാനം ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ എറണാകുളം മേഖലയിലെ ഈ മിൽമ യൂണിയൻ ഇന്നിപ്പോൾ അതിൻ്റെ ഭാരവാഹികൾ ഇന്നത്തെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തത്. എന്തായാലും 4 രൂപ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എടുത്തു കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ പ്രചരണത്തിനും വലിയ ജനങ്ങൾക്ക് മേൽ ഭാരമാകുന്നതുമാകും. കാരണം 52 രൂപയാണ് ഇപ്പോൾ 1 ലിറ്റർ പാലിന്. അതിൽ 42 മുതൽ 48 രൂപ വരെ കർഷകന് ലഭിക്കുന്നു. അതിൽ 4 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ 83% കർഷകന് കിട്ടുമെന്നൊക്കെ പറയുമ്പോഴും ഈ പൊതുജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ സർക്കാർ അതിന് തയ്യാറാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ സർക്കാർ ആ വർധന തീരുമാനത്തിലേക്ക് പോകാത്തത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ മിൽമ യോഗം വീണ്ടും സർക്കാരിന് ഇത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു കത്തയക്കാൻ തീരുമാനിച്ചത്. കാരണം കഴിഞ്ഞ മാസം 20-ാം തീയതി തീരുമാനമെടുത്ത് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് അയച്ച് സർക്കാരിൻ്റെ ഒരു കൺസെൻറ്റ് ഇല്ലാതെ മിൽമ ആ തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം അതൊരു രാഷ്ട്രീയ തീരുമാനം വേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ തീരുമാനം സർക്കാർ വൈകിക്കുകയാണ്. ശരി.